ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടേസ്റ്റി കിച്ചൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത് റവ വെച്ചിട്ടാണ് നമ്മളിത് റെഡിയാക്കുന്നത്. അപ്പോൾ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ വരുന്ന ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇതുപോലെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതൊരു നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു ബൗളിലേക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് തന്നെ തൈരാണ് എടുക്കുന്നത്. തൈര് അധികം പുളിയില്ലാത്തത് എടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ സ്നാക്ക് പുളിക്കും. അപ്പോൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നതാണെങ്കിൽ നമ്മൾ പിറ്റേന്ന് തന്നെ എടുക്കുമ്പോൾ വലിയ പുളിയൊന്നും കാണത്തില്ല, അതായിരിക്കും ബെസ്റ്റ്. അപ്പോൾ 1 കപ്പ് റവയ്ക്ക് 1 കപ്പ് തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. റവയും ഈ തൈരും കൂടെ മിക്സ് ചെയ്തിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതുകൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇത് അടച്ച് വെക്കണം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം എടുത്താൽ മതിയാവും. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഒന്നുകൂടി നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ബാറ്റർ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർക്കണം. അതുപോലെ തന്നെ കുറച്ച് സോഡാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് 1/4 ടീസ്പൂൺ അളവിൽ സോഡാപ്പൊടിയാണ്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മാത്രമല്ല ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി നമുക്ക് ചേർക്കേണ്ടതുണ്ട്. ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി എടുത്തിട്ടുണ്ട്. അതുകൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതേ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ 4 ബൗൾ എടുത്തിട്ടുണ്ട്. ഒന്ന് ഓയിലൊക്കെ തേച്ച് വെച്ചിരിക്കുക കേട്ടോ. ഓയിൽ നന്നായിട്ട് തേച്ച് വെക്കുക, എന്നാലേ ഇത് ഇളവി വരുള്ളൂ. ഓയിൽ തേച്ച് വെച്ച ബൗളിലേക്ക് നമുക്കിത് ഇതുപോലെ ഇത് ഒഴിച്ചു കൊടുക്കാം. 4 ബൗളിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവി കയറ്റിയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പം അലൂമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്യുന്നുണ്ട്. കവർ ചെയ്യാതെ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ 2 എണ്ണം ഞാൻ എന്തായാലും ഫോയിൽ വെച്ച് കവർ ചെയ്യുകയാണ്. ഇനി ഞാൻ സാധാരണ ഒരു പാനിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ സ്റ്റാൻഡ് അതിനുള്ളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് നല്ലതായിട്ട് തിളച്ച് വരണം. അപ്പോൾ വെള്ളം നല്ല തിളച്ചതിന് ശേഷം നമുക്കിത് വെച്ച് കൊടുക്കാം. പിന്നെ ഇങ്ങനെ നമ്മളിപ്പം ഇഡ്ഡലി സ്റ്റീമറിലല്ലാതെ ഇങ്ങനെ വെക്കുമ്പോൾ വെള്ളം ഇതിൽ വറ്റിയാൽ നമുക്ക് ഇടയ്ക്ക് വെച്ചിട്ട് ഒഴിച്ച് കൊടുക്കുകയാവാം. അപ്പോൾ ഇത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കണം. അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മതി കേട്ടോ, കൂടുതൽ സമയം വെക്കേണ്ട. 10 മിനിറ്റ് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇതിപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ മസാല റെഡിയാക്കാം. ഫസ്റ്റ് ഞാൻ അടുപ്പിലോട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ചെറിയ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചെറിയൊരു ക്യാരറ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 2 പച്ചമുളക് കൂടി ഇട്ടിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ക്യാപ്സിക്കം ആയിരിക്കും നല്ലത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് മിക്സ് ചെയ്താൽ മതിയാവും. ഒരുപാട് ടൈം ഇട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പം ഏകദേശം ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇത്രയും ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർക്കുകയാണ്. അതായത് 1/2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും ഇതും കൂടെ ചേർത്താലേ നല്ലൊരു ഫ്ലേവർ കിട്ടത്തുള്ളൂ. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരെ ഇതൊന്ന് വഴറ്റ് ചെയ്തിട്ട് എടുക്കണം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് 1 ഉരുളക്കിഴങ്ങ് ഞാൻ നന്നായിട്ട് പുഴുങ്ങി എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് ഞാനൊന്ന് ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 ഉരുളക്കിഴങ്ങ് തന്നെ മതിയാവും കേട്ടോ. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് ഇത് കുറച്ച് നേരം, അതായത് 1 മിനിറ്റ് എങ്കിലും ഒന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലൊന്ന് ഇടുക. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ നല്ലൊരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പം ഇതിപ്പം 10 മിനിറ്റ് ആയത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ് ചൂടാറിയിട്ട് നമുക്കിതുപോലെ പുറത്തെടുക്കാം. അപ്പോൾ ഈ ടിന്നിൽ ഓയിൽ തേച്ചാൽ ഇത് നന്നായിട്ട് ഇതുപോലെ പുറത്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പം കണ്ടോ, നല്ല സോഫ്റ്റാണ്. ഇതിപ്പോൾ കരിഞ്ഞ് ഇടയ്ക്കൊന്ന് വെള്ളം വറ്റിപ്പോയിട്ട് അത് ആ സൈഡ് അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് നല്ല സ്പഞ്ചിയാണ് ഇപ്പം ഇത്. അപ്പോൾ നമുക്ക് എല്ലാം പുറത്തെടുത്തിട്ട് ഇത് 2ആയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം.
അപ്പോൾ ഞാൻ ഇത് രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് മസാല വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യണം. നല്ലപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിതുപോലെ അങ്ങ് ഓരോന്നും എടുത്ത് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് മുകളിൽ വെച്ചിട്ട് ഈ സൈഡിലൊക്കെ ആയിട്ട് ഫുള്ള് ഞാൻ കവർ ചെയ്യുന്ന രീതിയിൽ വീണ്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിലോട്ടൊരു പാൻ വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഞാൻ ഒഴിക്കുന്നുള്ളൂ, ഒരുപാട് ഒഴിക്കുന്നില്ല. ഇത് മുങ്ങി കിടന്ന് ഫ്രൈ ആവണ്ട, ഷാലോ ഫ്രൈ ചെയ്താൽ മതിയാവും. എന്നിട്ട് നമുക്ക് 2 എണ്ണം വീതം വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ ഇടുക. ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ ചിലപ്പോൾ അടിക്ക് പിടിക്കും, തീ കുറഞ്ഞാലും ഒരുപാട് സമയമാവും. അപ്പോൾ വേണമെങ്കിൽ 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പിന്നെ കുറച്ചൊന്ന് തീ കുറച്ച് വെക്കാം കേട്ടോ, അങ്ങനെയും ചെയ്യാം. അപ്പോൾ അതേ ഇതുപോലെ നല്ല ഗോൾഡൻ ഷെയ്ഡിലാവുന്ന വരെ നമുക്ക് ഇത് ഫ്രൈ ചെയ്യണം. ആവശ്യത്തിന് ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് കൂടി ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ എന്തായാലും ഇതൊന്ന് പരീക്ഷിക്കുക. നല്ല പുതുപുത്തൻ ഒരു സ്നാക്കാന്ന് തന്നെ പറയാം. എന്തായാലും ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നമുക്ക് പുതിയൊരു റെസിപ്പി വീഡിയോ